ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ ഷമീനയുണ്ട്. ഡോക്ടർ ഷമീന മാനസിക ആരോഗ്യ രംഗത്തെ ഒരു വിദഗ്ധയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്തരം സെഷൻസ് എടുക്കുന്നുണ്ട്. ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് സൗഖ്യവും ആശ്വാസവും പകരുന്നുണ്ട്. നമ്മൾ മുമ്പൊരിക്കലും ഷമീന മാഡത്തോട് സംസാരിച്ചിരുന്നു. ആ സാഹചര്യം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മുമ്പ് ഷമീന മാഡം സംസാരിച്ച വിഷയത്തിലെ കുറ്റാരോപിതനെ കുടുക്കിയ പെൺകുട്ടി ഇന്ന് 7 പേർക്കെതിരെ കൂടി പരാതി നൽകിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാളെ അങ്ങനെ പരാതിയിൽ കുടുക്കിയ ഈ പെൺകുട്ടി 7 പേർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു. പലപ്പോഴും ഈ കുട്ടി പോലീസ് വിളിക്കുമ്പോൾ അതിന്റെ തെളിവോ കാര്യങ്ങളോ ബാക്കിയൊന്നും കൊടുക്കുന്നുമില്ല. ഈ കുട്ടിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങി എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡോക്ടർ ഷമീന ജിയോട് ചോദിക്കുകയായിരുന്നു. ഡോക്ടർ ഷമീന മാഡം, എന്താണ് ആ സിറ്റുവേഷൻ? കാര്യം, ഒരു പെൺകുട്ടിക്കെതിരെ അങ്ങനെ ലുക്കൌട്ട് നോട്ടീസ്, അത് തെളിവ് ശേഖരണത്തിനും ബാക്കി അന്വേഷണത്തിനുമാണെങ്കിലും അങ്ങനെ ഒരു ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് പറയാമോ? നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, നമ്മളിതിനു മുമ്പ് സംസാരിച്ച ആളുകളെ വെള്ളപൂശുക എന്നുള്ള ഉദ്ദേശമല്ല. നിയമത്തിന് മുന്നിൽ എന്തായാലും അതിന്റെ കാര്യങ്ങൾ നടന്നു പോട്ടെ. പക്ഷെ അതേ സമയത്ത് നിരന്തരമായി അന്ന് ആവർത്തിച്ച ചോദ്യം പലപ്പോഴും വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റുകളായിട്ടും കോളുകളായിട്ടും എനിക്ക് വന്നിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തമായിട്ടുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ജോലി? അതായത് ഇത്തരത്തിൽ കുട്ടികളെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗമാണ് ചില കോളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതാണോ നിങ്ങളുടെ ജോലി എന്ന് ചോദിക്കുകയുണ്ടായി. നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായിട്ട് അവരെ ബോധവൽക്കരിക്കുന്ന പ്രവണതകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സാഹചര്യം മറ്റൊന്നാണ്. നമ്മൾ ചോദിച്ച അന്നത്തെ ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നു. എങ്ങനെയാണ് ഒരു 16-കാരിയോ 14-കാരിയോ 15-കാരിയോ നിരന്തരമായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടുന്നത്? അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം എന്തുകൊണ്ട് പിന്നീടും പിന്നീടും ഇത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവുമ്പോൾ പുതിയ പുതിയ വഴിത്താരകളിലേക്ക് അവരെ എത്തിക്കുന്നതിൽ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെന്റ് സർവീസിലുള്ള ഒരാള് അറസ്റ്റിലാകുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നുള്ള നിലക്കോ 16-കാരിയായിട്ടുള്ള കുട്ടിയെ കാണാതാവുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള ആളുകളെ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള മറ്റുള്ള വർത്തമാനങ്ങളെ ഭേദിച്ചുകൊണ്ട് പോലീസ് എന്ത് ചെയ്യുന്നു? ആ കുട്ടിയുടെ തിരച്ചിൽ ആരംഭിക്കുന്നു. ഇതാണ് സംഗതി. എന്നാൽ ഇതിന്റെ അസ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നിയമത്തിൽ എവിടെയും ഈ പെൺകുട്ടികളെ പ്രദർശിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ക്രൈം കേസുകളിൽ പിന്നീടും പിന്നീട് പുതിയ പുതിയ കേസുകളിൽ പുതിയ പുതിയ ആളുകൾ മാറുന്നു. അതായത് ഇരകൾ ഉള്ളതിന് പെൺകുട്ടിയാണ് ഇരയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതെങ്കിലും എതിർ സ്ഥാനത്ത് പുതിയ പുതിയ പുരുഷന്മാർ, അതായത് 18 മുകളിലോ താഴെയുള്ള പുരുഷന്മാർ വീണ്ടും വീണ്ടും വരുന്നു. അപ്പൊ എന്റെ ചോദ്യം, അന്ന് ചോദിച്ച അതേ ചോദ്യം, ഞാനും രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട് അന്ന് ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു 16-കാരി പെൺകുട്ടി മാനസികമായിട്ട് ആഘാതം നേരിടുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ വീട്ടിൽ എങ്ങനെ എത്തുന്നു? അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ അണ്ടർ 18 എന്ന് പറയുന്നത് പെൺകുട്ടിയാണല്ലോ. സ്വാഭാവികമായിട്ട് ഇവരുടെ രക്ഷിതാക്കൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ ഇങ്ങനെയുള്ള വീടുകളിൽ താമസിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കസ്റ്റഡി ഇപ്പോഴും ആരുടെ കയ്യിലാണ്? അല്ലെങ്കിൽ ഈ കേസിന് ശേഷവും മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അണ്ടർ 18 അല്ലാത്ത പാരന്റ്സിന്റെ ജോലി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് പല പെൺകുട്ടികൾക്കും ഇതിലൊക്കെ ഇനിയും പിന്നാമ്പുറ കഥകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഞാനിപ്പോ അത് വളരെ റീസെന്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ ഇരിക്കുന്നൊന്നുമില്ല. പക്ഷെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നെഗറ്റീവായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുക എന്നുള്ള രൂപത്തിൽ തന്നെ. ഞാൻ ഒരാളെയും വെള്ള പൂശുന്നില്ല. പക്ഷെങ്കിൽ ഞാനൊരു കാര്യം എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്, പണ്ട് കാലത്ത് വിവാഹപ്രായം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ പ്രായം അറിയാലോ. ഏകദേശം പ്രായപൂർത്തി എത്തിയതിനു ശേഷം പല പെൺകുട്ടികളും കല്യാണം കഴിക്കുകയും നമ്മളുടെയൊക്കെ മുതിർന്ന സമൂഹം, അതായത് നമ്മുടെ മുത്തശ്ശിമാരോ അമ്മമാരൊക്കെ ഏകദേശം ആ ലെവലിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് മുന്നിൽ പോയിരുന്നവരാ. അപ്പൊ കഴിഞ്ഞ കാലയളവിൽ ഞാനും ഒരു ഡോക്ടർ ഫിർദൌസ് ഇക്ബാൽ എന്ന് പറയും, ചങ്ങമ്പള്ളിയുടെ ഒരു ഫൗണ്ടർ ആൻഡ് ലേഡിയാണ്. ഒരു ഓങ്കോളജി സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ആണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയുണ്ടായി, പലപ്പോഴും പെൺകുട്ടികൾക്ക് ഇപ്പോ പണ്ട് കാലത്ത് സാമൂഹിക വ്യവസ്ഥിതിയിൽ ഒരുപാട് കൂട്ടുകുടുംബങ്ങളായിട്ട് ജീവിക്കുന്നതിനിടക്ക് പലതരത്തിലുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ചിന്ത വരാം. അല്ലെങ്കിൽ സെക്ഷൽ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ കയ്യിൽ ഈ സാമൂഹിക സ്ഥിതിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറുമ്പോൾ ഈ സോഷ്യൽ സിസ്റ്റത്തിലൊക്കെ ഒരു ചേഞ്ച് വരുന്നു. മാക്രോ മൈക്രോ ലെവലിലേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ടും അവിടെ വലിയ പഠനങ്ങളൊന്നും അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങൾ കണ്ടൊരു വൈവാഹിക ജീവിതത്തിന്റെ ആഗ്രഹത്തിന് അപ്പുറത്തേക്ക് പെൺകുട്ടികളുടെ കയ്യിൽ മൊബൈൽ വരുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളുടെ കയ്യിൽ മൊബൈൽ വരുന്നു. അപ്പൊ ഏർലി ഇവർക്ക് എന്ത് തോന്നുന്നു, ഒരു സെക്ഷൽ കാര്യങ്ങളിലേക്കൊക്കെ
അത് നമ്മളിത് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല സർ. പല സ്ഥലത്തും അഗതി മന്ദിരങ്ങളിൽ അകപ്പെട്ട കുട്ടികള് പല സ്ഥലങ്ങളിലും നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അച്ഛന്മാരില്ലാത്ത കുഞ്ഞുങ്ങളെ അടക്കം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം കുട്ടികളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുമുണ്ട്. അമേരിക്കയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ കലാപങ്ങൾ ഉണ്ടാവുകയും പിന്നീട് മാരേജ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് എത്തിക്കൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഫാദർലെസ് സൊസൈറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ അഡ്രസ് ചെയ്യാം. ആ വിഷയത്തെ നമുക്ക് ഒരു പഠനത്തിന്റെ ഒരു സാഹചര്യം മുതലെടുത്ത് അങ്ങനെ പറയാം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രിവിലേജുകൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നു. നമ്മൾ അതിനുവേണ്ടി പോരാട്ടം നടത്തുന്നു. നമ്മൾ ഫെമിനിസത്തിന്റെ പേരിൽ കുറെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ ഒരുക്കുന്നു. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ നിരന്തരമായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഏർപ്പെടുന്നു. പക്ഷെങ്കിൽ പിന്നീടും ഒളിവിലും മറവിലും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഒരേ പ്രതി തന്നെയാണ് വീണ്ടും മറ്റുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഈ കേസുകളുമായി കേസിന്റെ ബന്ധപ്പെട്ട് വരുന്നത്. ഡീറ്റെയിൽ കൂടെ എന്റെ ധാരണ ശരിയാണെങ്കിൽ മുമ്പ് ഒരു പ്രമുഖനായ വ്യക്തിയുടെ അറസ്റ്റിന് കാരണക്കാരിയായി ഈ കുട്ടി ഇന്ന് എത്ര പേർക്കെതിരെയാണ്? 7 പേർക്കെതിരെയോ? ഇപ്പൊ നമ്മൾക്ക് പല വാർത്താ ആൾക്കാർക്കെതിരെയും ചാനലില് കേസ് ഇത് പത്രമാധ്യമങ്ങളിൽ വന്നേക്കുന്നത് 16-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി എന്ന നിലയിൽ ഞാൻ സ്ഥലം അഡ്രസ് ചെയ്യുന്നില്ല. 37-കാരനായിട്ടുള്ള ഒരു പ്രതിയെ കല്ലിക്കണ്ടി ചെറ്റക്കണ്ടി താമസിപ്പിച്ച് കഴിഞ്ഞ മെയ് 17 മുതൽ ജൂൺ 20 വരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന കാലഘട്ടം തന്നെയാണ്. ഇതിൽ ശരി. നമ്മൾ അല്ല മാത്രമല്ല മനസ്സിലാക്കേണ്ടത് ഞാൻ ആ പ്രമുഖ മാധ്യമത്തിൽ മാതൃഭൂമിയാണ് മാധ്യമത്തിന്റെ പേര് പറയാം, 2 പേർക്കെതിരെ കേസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേറെ 2 പേർക്കെതിരെയും കേസ് അത് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ അന്ന് തന്നെ പറയണ്ട ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീട്ടിൽ നിന്ന് തന്നെ ഒരാള് അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്ന് നമ്മൾ അന്ന് അഡ്രസ് ചെയ്യണ്ടായി. അപ്പൊ ആദ്യം അത്, അതിനുശേഷം ഇത്, അതിനുശേഷം മറ്റൊന്ന് എന്നുള്ള രൂപത്തിൽ പോകുമ്പോൾ ഇവിടുത്തെ നിയമത്തില് എന്തെല്ലാം തരത്തിലുള്ള പഴുതുകൾ ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവരെ നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. സാറേ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പോ റെഡി ആയിട്ട് ഒരു പെൺകുട്ടി ചെല്ലുന്നു, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ചെല്ലുന്നു. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പത്രത്തിലാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ശാരീരിക, മാനസിക ഘടനയിൽ വ്യത്യാസമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം പലപ്പോഴും പുരുഷനോടുള്ള പ്രണയമോ ഇഷ്ടമോ ആണ് അവരെ സെക്ഷ്വാലിറ്റിയിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ അർത്തിലേക്ക് എത്തിക്കുന്നതെന്ന് വിചാരിക്കാം. എന്നാൽ പുരുഷനെ സംബന്ധിച്ചുള്ള ഒരു ബേസിക് നീഡ്സ് കൂടിയാണ്. നമ്മളത് അഡ്രസ് ചെയ്യാതിരിക്കുക വയ്യ. അപ്പോ നിരന്തരമായിട്ട് ഒരാളെ ക്രൂക്കഡ് ആയിട്ട് അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുരുഷനെ ഉപയോഗിക്കാൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ശത്രുപക്ഷത്തിരിക്കുന്ന ഒരാൾ നിരന്തരമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ള ഒരു കണിശത പോലും ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിച്ചിരിക്കുന്നു. അതിന് കാരണം എന്താച്ചാൽ ഈ പറയുന്ന പോലെ പണ്ട് കാലത്ത് ഇത്തരത്തിൽ കല്യാണങ്ങൾ നടന്നിരുന്നതെന്ന് പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടട്ടെ, അല്ലെങ്കിൽ അവർ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്നുള്ള ഒരു ശാക്തീകരണ പ്രക്രിയയുടെ വഴിയാണ് നമ്മളിപ്പോ ഇന്നടുത്ത് നേടിയ അവകാശങ്ങളൊക്കെ. അതേ സമയത്ത് തന്നെ ഇത് മറ്റൊരു അവകാശമായിട്ട് പണ്ടത്തെ ദേവദാസി സ്ത്രീകളെ പോലെ, ദേവദാസി സ്ത്രീകൾ ഒരിക്കലും കുറ്റക്കാരോ കുറഞ്ഞവരോ അല്ല. പക്ഷെങ്കിൽ ചില കച്ചവട തന്ത്രങ്ങൾ രാജകീയമായിട്ട് ഒരു പുരുഷനായിട്ടുള്ള ഒരു രാജാവിനെ മയക്കി കിടത്തി ഉല്ലസിപ്പിച്ച് കിടത്തി ആ രാജ്യം ഭരണം തട്ടിയെടുക്കാൻ അപ്പുറത്തെ രാജാവിനെ സഹായിക്കുന്ന ഒരു കണിശത കൂടി അവിടെയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകളെ, പെൺകുട്ടികളെ അണ്ടർ 18 ആണെങ്കിൽ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്ന ഈ നിയമവ്യവസ്ഥയ്ക്കെതിരെ നമ്മൾ എങ്ങനെയാണ് പോരാടുക എന്നുള്ളതാണ്. എന്റെ വലിയ ആശങ്ക എന്താണെന്നറിയോ? വളരെ വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് നമുക്കിത് പറയാൻ പോലും പേടിയുണ്ട്. ഇപ്പൊ ഞാൻ വളരെ റീസെന്റ് ആയിട്ടൊക്കെ നടന്നു പോകുന്ന പെൺകുട്ടികളെ വഴിയിൽ കാണുമ്പോൾ ചില പുരുഷന്മാര് വിളിച്ചു പറയും, മാഡം ഇങ്ങനെ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് ഫോണിൽ നോക്കി നടന്നു പോകുന്നു. നേരം 12 മണി. ഞങ്ങൾ ഏകദേശം 7 കിലോമീറ്റർ ദൂരത്തിൽ നമ്മ കുട്ടിയുടെ പിറകിൽ ചെല്ലുന്നു. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ പേടിയാണ് എങ്ങോട്ടാണ് പോകുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊരു അഡ്രസ്സിംഗ് ആവും. അപ്പൊ നമ്മളത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നമ്പറിലൊക്കെ വിളിച്ചു പറയുന്നു. പോലീസുകാർ ഇമ്മീഡിയേറ്റ് അവിടെ എത്താനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെയുള്ളൊരു നിയമവ്യവസ്ഥിതിയുള്ള നാട്ടിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പെൺകുട്ടികളും ജീവിക്കുന്നത്. അപ്പോ ഒരു അപകടം വരുമ്പോ ഒരു പെൺകുട്ടി പെട്ടെന്ന് വിളിക്കുമ്പോ പോലും നിയമത്തിന് പോലും ഇതിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോ നിരന്തരമായി കേസുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടതിന് അപ്പുറത്തേക്ക് ഇവരുടെ പാരന്റ്സ് ആരുടെ കസ്റ്റഡിയിലാണ് ആ കുട്ടി വളരെ ഉള്ളത് വളരെ എന്നുള്ളത്. ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് മാഡം പറയുന്നത് സംഗ്രഹിച്ച് പറഞ്ഞാൽ ഇപ്പം മാതൃഭൂമിയിൽ അടക്കമുള്ള വാർത്തയാണ്. ആ വാർത്തയിൽ കൊലക്കേസ് പ്രതിയടക്കം 3 പേർക്കെതിരെ പോക്സോ ഈ 16-കാരിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമാനമായി മറ്റൊരു കേസിൽ വേറൊരാളെ അറസ്റ്റ് ചെയ്തു എന്ന് എന്ന് ഇടുന്നുണ്ട്. ഈ പെൺകുട്ടി 41 ദിവസം മുമ്പ് തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി. ഈ പെൺകുട്ടിയെ ആരാണെന്ന് കണ്ടെത്താനും ഈ പെൺകുട്ടിയിൽ നിന്ന് ആദ്യ കേസിന്റെ അടക്ക കാര്യങ്ങൾ എടുക്കാനും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ ബിഹേവിയർ സസ്പീഷ്യസ് ആണെന്നും നിരന്തരം ഇത്തരം പരാതികളിൽ ഏർപ്പെടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടി വരില്ലേ? അങ്ങനെയല്ലേ ഇത് മനസ്സിലാക്കേണ്ടത്? അതെ, അതെ. അതിനോടൊപ്പം തന്നെ ഒരു കുട്ടി, ഒരു 16-കാരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സാമൂഹിക സുരക്ഷാ വകുപ്പിന് അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള കേസിലകപ്പെട്ട കുട്ടി എന്നുള്ള നിലയ്ക്ക് ഇവരുടെ കസ്റ്റഡിയെ നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കണം. കസ്റ്റഡിയിലാണ് ഞാൻ അപകടം കാണുന്നത്. നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിനെ ഞാനൊരു കുട്ടിയായിട്ട് തന്നെ കാണട്ടെ.
മറ്റുള്ള വ്യവസ്ഥിതികളൊക്കെ മാറ്റി നിന്നിട്ട് തന്നെ ഒരു കുട്ടിയായിട്ട് കാണട്ടെ, അല്ലെങ്കിൽ മാനസികാഘാതമുള്ള ഒരു കുട്ടിയായി തന്നെ കാണട്ടെ. പക്ഷെ ഇതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് ഈ മാനസികാഘാതമുണ്ടോ? അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ള വല്ല വൈകല്യങ്ങളും കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വൈകല്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് അതായത് വന്നിട്ടുണ്ട്. പലപ്പോഴും ഇവരെ ഒരു ധനസമ്പാദനം, കാശുണ്ടാക്കാനുള്ള മാർഗമായി വ്യാജ പരാതികൾ കൊടുക്കുക, സെറ്റിൽ ചെയ്യുക, ഒരുപക്ഷെ മറ്റ് ചില തെറ്റായ ആക്ടിവിറ്റീസിലേക്ക് വിടുക. അങ്ങനെയായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത് അല്ലേ? മേ ബി അങ്ങനെ ആയിരിക്കണം. കാരണം എന്താച്ചാൽ ഒരു കുഞ്ഞിനെയും ഇങ്ങനെ വെറുതെ ഇപ്പൊ ഒരാളുടെ പേരില് കുറച്ച് ദിവസം ഒരു സ്ഥലത്ത് നിർത്തുന്നു. പിന്നെ കുഞ്ഞിനെ കാണാതാവുന്നു. അടുത്ത ആള് അത് പ്രണയം നടിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോ നമുക്കതിൽ ഒരുപാട് സംശയങ്ങളുണ്ട് സർ. പ്രണയം വിശ്വസനീയതയും അങ്ങനെ ദുരൂഹതയും ഉണ്ട്. ഇപ്പൊ ഒന്നുകൂടെ ഞാനൊന്ന് സംഗ്രഹിക്കാം മാഡത്തിന്റെ. അതായത് യഥാർത്ഥത്തിൽ മുമ്പത്തെ ഒരു കേസിൽ, ഒരു വളരെ പ്രമാദമായ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു കേസിൽ ഒരു പ്രമുഖനെതിരെ പരാതി കൊടുത്ത കുട്ടിയാണ്. അയാൾ ജയിലിലായിരുന്നു. കുറച്ചു കാലം മുമ്പ് ജാമ്യം കിട്ടി വെളിയിൽ ഇറങ്ങുകയുണ്ടായി. ഈ പെൺകുട്ടി അതിനുശേഷം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം 3 പേർക്കെതിരെ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് പോക്സോ വരുന്നു. അതിനുശേഷം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നു. വീണ്ടും പോക്സോ കേസുകൾ വരുന്നു. അങ്ങനെ പല കണക്കുകളിലായി 1, 2, 3, 4, 5, 7 അങ്ങനെ പല കണക്കുകൾ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വ്യാജ പരാതികൾ എന്ന വലിയൊരു വിഷയം ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലം 13 വയസ്സുകാരിയായ കുട്ടി, 16 വയസ്സുകാരിയ കുട്ടിക്കും പിന്നെ ലോകം ഉണ്ടെന്നറിയാം. കുറച്ചുകൂടെ ലോകവും ലൈംഗികതയും ജീവിതവും ശരീരവും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ 13 വയസ്സുകാരിയായ ഒരു കുട്ടി 10 പേർക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്ന് പോലീസ് കണ്ടെത്തിയ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മാഡം എന്തായാലും ഈ കോൺവെർസേഷൻ ഇടാം. കാര്യം ഈ വ്യാജ പരാതികളെ കുറിച്ചുള്ള കോൺവെർസേഷൻ ഇടുന്നതിൻ്റെ പശ്ചാത്തലം ഒരുപാട് പേരിങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു ആശ്വാസം ഉണ്ടാകട്ടെ. മാഡത്തെ പോലെ പ്രമുഖരായ വനിതകളും അത് പറയട്ടെ എന്ന് ഉദ്ദേശിച്ചാണ്. എന്തായാലും ഈ വൈകിയ വേളയിലും സമയം തന്നതിന് വളരെ നന്ദി. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ മാഡത്തിന്? ഇല്ല, ഒന്നുമില്ല. നമ്മൾക്ക് ഇനിയും സർ പറയാനുള്ളതാണ് ഈ കുട്ടിയുടെ കസ്റ്റഡി. ആ കുട്ടീനെ അവിടെ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിരക്ഷ നൽകാം. എന്നാൽ കുട്ടിയുടെ കസ്റ്റഡി ആരുടെ അടുത്താണ്? എന്താണ് അവരുടെ ആക്ടിവിറ്റീസ്? എങ്ങനെയാണ് ഈ കുട്ടി നിരന്തരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന പുതിയൊരു കേസ് വരുമ്പോഴും എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞും മതിലിനപ്പുറത്തേക്ക് പോകുന്നതല്ലല്ലോ. മാനസികാഘാതമുള്ള ഒരു കുട്ടിയെ എന്തുകൊണ്ട് ഇത് ഷെൽട്ടർ ചെയ്യുന്നില്ല? എങ്ങനെ ശ്രദ്ധിക്കുന്നില്ല? എങ്ങനെയാണ് അവരുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഫോൺ എത്തുന്നത്? എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? മറ്റൊരാളുടെ കൂടെ എങ്ങനെ പോകുന്നു? അതിനെ കൃത്യമായിട്ട് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടതുണ്ട്. അത് ഇവിടുത്തെ നിയമവും പോലീസും എനിക്ക് ചെയ്യണം. തോന്നുന്നു ഞാനും അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു പോയിന്റാണ്. പലപ്പോഴും ഈ പെൺകുട്ടിയുടെ കസ്റ്റഡി ആരുടെയിലാണ്? ആ കസ്റ്റഡി ഉള്ളവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവർക്ക് 18 വയസ്സ് കഴിഞ്ഞല്ലോ. അവർ എൽഡേഴ്സ് ആണല്ലോ. അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്തായാലും താങ്ക് യു മാം. താങ്ക് യു ഫോർ ദി കോൺവെർസേഷൻ. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഇതിങ്ങനെ പറയുന്നതിൻ്റെ പശ്ചാത്തലം പല കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ല. കേസുകളും മറ്റും നടക്കുന്നതുകൊണ്ട് വളരെ നമുക്ക് ഷുഗർ കോട്ട് ചെയ്തോ മൂടിക്കെട്ടി മാത്രമേ പറയാൻ കഴിയൂ. എന്നാലും ചില കേൾക്കുന്ന ആൾക്കാർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. മാഡം താങ്ക് യു സോ മച്ച്. താങ്ക് യു.